ചേട്ടൻ്റെ പേരെന്ത് പറഞ്ഞത്? അജയൻ. 2 മണിക്കൂർ 1000 അല്ലേ? 1 മണിക്കൂർ 500 അങ്ങനെ പോകും. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്പെഷ്യൽ നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഒരു ആളുടെ വീട്ടിലാണ്. ഇവിടെ നിന്ന് നമുക്കൊരു കുഞ്ഞ് യാത്രയുണ്ട്. യാത്ര എവിടേക്കാണ് എന്തൊക്കെയാന്നുള്ളത് പറയാല്ലേ? അതെ, നമുക്ക് കാഴ്ചയിലേക്ക്. ഗൈസ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ മൺട്രോത്തുരുത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഒരു ബോട്ടിംഗ് ഒരു സെൻറ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ അജയൻ ചേട്ടൻ്റെ ഒരു കടയും ഒരു വള്ളമൊക്കെ ഉള്ള ഒരു പ്രദേശം. അപ്പോൾ നമ്മളിവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ ഉള്ള സർവീസും കാര്യങ്ങളെല്ലാം നമ്മളിതാ ഇവിടെ ഫോട്ടോ ചെയ്തിട്ടുണ്ട്. വില്ലേജ് ടൂർ പാക്കേജ് ഉള്ള ഒരു സ്ഥലവും കൂടെയാണിത്. ഇവിടെ ഒരു 2-3 വെള്ളമുണ്ട്. അതുകൂടാതെ തന്നെ ബോട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ബോട്ടാണ് ഇവിടെ സെലക്ട് ചെയ്തത്, അല്ല വള്ളമാണ് നമ്മൾ സെലക്ട് ചെയ്തത് അല്ലേ. നമ്മുടെ അജയൻ ചേട്ടൻ്റെ വള്ളമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നമ്മൾ ഇനി അങ്ങോട്ട് തുഴഞ്ഞ് അങ്ങോട്ട് പോവുക. നമ്മളിത് ഫുള്ളായിട്ട് കറങ്ങാൻ പോകുന്നില്ല. നമ്മൾ കണ്ടൽക്കാട് വരെ മാത്രം പോയി നമ്മൾ തിരിച്ചു വരും. അതായത് ഇവിടത്തെ സർവീസ് എന്ന് പറയുന്നത് 2 മണിക്കൂറിന് 1000 രൂപയാണ്. എങ്കിൽ നമുക്ക് ഇറങ്ങി വെള്ളത്തിൽ കളിക്കുന്നതിന് സൗകര്യമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ ഒരുപാട് വൈകുമെന്നുള്ളത് കൊണ്ട് നമ്മൾ 1 മണിക്കൂറാണ് സെലക്ട് ചെയ്തത്. 1 മണിക്കൂറിന് 500 രൂപ. ഈ 500 രൂപയ്ക്ക് കണ്ടൽ കാടുകൾ വരെ പോയി തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതെ, അപ്പോൾ അതിന് നമ്മുടെ അജയൻ ചേട്ടൻ്റെ വെള്ളമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. വളരെ സേഫായിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ് അല്ലേ. നമ്മൾക്ക് ലഭിച്ചത് വളരെ സേഫായിട്ടുള്ളൊരു സർവീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ സർവീസ് താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പർ നമ്മൾ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഉള്ളതിൻ്റെ നമ്മുടെ മൺട്രോത്തുരുത്തിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞാലോ. അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ഈ മൺട്രോത്തുരുത്ത്. ഇവിടെ എത്തുന്നതിന് നമ്മുടെ ജലഗതാഗത സൗകര്യവും റെയിൽ സൗകര്യവും ഒക്കെ ലഭ്യമാണ് കേട്ടോ. കൊല്ലം പട്ടണത്തിൽ നിന്നും റോഡ് വഴി ഏകദേശം ഒരു 25 കിലോമീറ്റർ ദൂരമുണ്ട്. തെങ്ങും നെല്ലും മത്സ്യവുമാണ് പ്രധാന കൃഷി കേട്ടോ. തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഇവിടെയുള്ളത്. കൃഷി, മത്സ്യബന്ധനം, കയറുപിരി, വിനോദസഞ്ചാരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ദ്വീപിന് ഈ പേര് ലഭിച്ചത് കേട്ടോ. കോട്ടയം ചർച്ച് സൊസൈറ്റിക്ക് വിട്ടുകൊടുത്തിരുന്ന ഈ പ്രദേശം 1930-ൽ സേതു ലക്ഷ്മിഭായ് സർക്കാരിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു കേട്ടോ, ഈ മൺട്രോത്തുരുത്തിലൊന്ന് വരണമെന്നും ഒരു കുഞ്ഞ് വള്ളം യാത്ര നടത്തണമെന്ന് നോക്കാം. അപ്പോൾ ഓണത്തിന് മുമ്പേ ഞാൻ മീനുകുട്ടിയെടുത്ത് പറഞ്ഞിരുന്നു, മീനു നമുക്ക് ഇത്തവണ ഓണത്തിന് മൺട്രോത്തുരുത്തിലും പിന്നെ സാമ്പ്രാണിക്കൊടി, കൊല്ലം ബീച്ച് അങ്ങനെ ഒരു യാത്ര പോകാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ കേട്ടോ. ഇത് പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾക്ക് ഈ മൺട്രോത്തുരുത്തി വരാനുള്ള ഒരു അവസരം കിട്ടിയത് കേട്ടോ. അതെ, ഞങ്ങളുടെ ഒരു സിസ്റ്റർ കാരണമാണ് നമുക്ക് ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു. മീനുകുട്ടി ഒത്തിരി സന്തോഷത്തിലായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ അവളൊരു മൂഡ് ഓഫ് ആയിരുന്നു, പക്ഷെ വള്ളത്തിൽ കയറി വന്നുള്ള ആളാകെ മാറി ശരിക്കും എൻജോയ് ചെയ്തു. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ പ്രകൃതി ചുറ്റും നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇടത്തേലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ വള്ളത്തിൽ യാത്ര ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു മൺട്രോത്തുരുത്തിൽ ഇത്രയും ദൂരം ലോങ് പോകുന്നത് കേട്ടോ. നമ്മൾ ഇടത്തേലാണെങ്കിൽ തന്നെ ഒരു 10-20 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് 1 മണിക്കൂർ ഉണ്ടായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ആ വള്ളം, പിന്നെ അവിടുത്തെ ചുറ്റും പ്രകൃതിയൊക്കെ സൂപ്പറായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ആ യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറേ അനുഭവങ്ങൾ തന്ന ഒരു യാത്ര തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സൈക്കോ സ്റ്റേഷനിൽ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഞങ്ങള് ഗാർഡൻ വീഡിയോ ആണെങ്കിൽ നമ്മളിപ്പോ ഈ ഇടയ്ക്ക് കുറേ വീഡിയോസ് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപാട് വീഡിയോസ് നമ്മൾ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ചാനലിന് അതിന്റെ ഒരു സേവിങ് വേണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞങ്ങളിത് ഇടുന്നത്. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത് കേട്ടോ. ഞങ്ങളൊരു സ്വന്തം ചാനലിൽ നമ്മുടെ എൻജോയ്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു രീതിയിൽ നമ്മൾ ഇടുന്നതാണ്. അതെ, നമ്മളൊരു 3 മണി സമയത്താണ് കേട്ടോ നമ്മൾ ഇവിടെ എത്തിയത്. അതെ, 3 മണി സമയത്ത് ആകാശ വ്യൂ, ആ പച്ചപ്പ്, പിന്നെ അവിടുത്തെ ചുറ്റും തെങ്ങ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പറഞ്ഞല്ലോ മണ്ണ്, ഇവിടുത്തെ ആ ഒരു പ്രദേശം നമ്മുടെ തെങ്ങിന് അനുയോജ്യമായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തെങ്ങും തോട്ടമൊക്കെ ഇവിടെ വളരെ കൂടുതലാണ് കേട്ടോ.
അതെ, ഇവിടെ ഒരുപാട് നാൾ ഇത് ഉപയോഗിക്കാതെ കിടന്നിട്ട് പിന്നെയാണ് കേട്ടോ ഇത് ടൂറിസം ഇത് ഇത്രയും രീതിയിലോട്ട് വന്നത്. ഇപ്പം ഈ കൊല്ലം സന്ദർശിക്കുന്ന ആൾക്കാർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ മൺട്രോ തുരുത്ത്. മൺട്രോ തുരുത്തിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാമ്പ്രാണിക്കൊടിയിൽ പോവാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കൊല്ലം ബീച്ച്, അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഒണ്ടേ ടൂറിന് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മൺട്രോ തുരുത്ത്. നല്ല നമ്മുടെ ഇതുണ്ട് ടൂറിസ്റ്റ് ഒത്തിരി ഹോം സ്റ്റേകളും, അതെ, ഹോം സ്റ്റേ സൗകര്യം ഒക്കെ ഇവിടെ ഉണ്ട്. മിക്ക വീടുകളും അതെ കൂടിയുള്ള ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. അതുകൂടാതെ നല്ല റെസ്റ്റോറന്റുകളുണ്ട്, നല്ല അടിപൊളി ഹോട്ടലുകളുണ്ട്. അതൊക്കെ സൈഡിൽ നമ്മളെ വള്ളത്തിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് സർവീസുകൾ നമ്മളിവിടെ കണ്ടു. പിന്നെ ഹൗസ് ബോട്ട് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഹൗസ് ബോട്ട് ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമ്മുടെ കുട്ടവഞ്ചി ഉണ്ട്. ഇവിടെ കുട്ടവഞ്ചി കുറേ ദൂരം പോകുമ്പോഴാണ് കുട്ടവഞ്ചി കണ്ടത് കേട്ടോ. നമ്മൾ കുട്ടവഞ്ചി ഇവിടെ നമ്മൾ കാണാനിടയായി. ഞങ്ങൾ പോകുമ്പോ നല്ല കാലാവസ്ഥയായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു അല്ലേ? അതെ, നമ്മൾ എൻജോയ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതെ, വെള്ളത്തിൽ. അതുപോലെ നമ്മളോട് അജയൻ ചേട്ടന് നല്ല സ്നേഹമായിരുന്നു, എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ പറയുന്നുണ്ട് രാവിലെ ഇടുക്കി എന്നുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, അവരും നല്ല ഫാമിലി ആയിട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരേ സമയം 7 പേരാണ്, 8 പേര് മാത്രമേ കയറത്തുള്ളൂ. ചേട്ടന്റെ പെർമിറ്റിന്റെ അതാണ് വന്നിരിക്കുന്നത്. അപ്പോഴത് ചേട്ടൻ അത്ര പേരെ ആൾക്കാരെ മാത്രമേ കയറ്റത്തുള്ളൂ. ചേട്ടൻ സേഫ്റ്റി നോക്കിയാണ് എല്ലാവരും കൊണ്ടുപോകുന്നത് കേട്ടോ. വളരെ നല്ല രീതിയിൽ കൊച്ചുകുട്ടികളാണെങ്കിലും എല്ലാവർക്കും നല്ല സേഫ്റ്റി എല്ലാം ക്ലിയർ ചെയ്ത് തന്നെയാണ് ചേട്ടന്റെ സർവീസ്. അതിൽ മാത്രമല്ല ഇതിന്റെ ചുറ്റും നമ്മൾ ഒത്തിരി കാട്ടുപൂക്കളൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങൾക്ക് അജയൻ ചേട്ടൻ ഒരു പൂ പറിച്ച് തരികയും ചെയ്തായിരുന്നു. ചീരാന്തി എന്ന് പറഞ്ഞാൽ അതിന്റെ മഞ്ഞപ്പൂ. മീനൂട്ടി പൂ അയ്യോ എനിക്ക് ആ പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ അവിടെ അടുപ്പിച്ചിട്ട് അതിന് പൂവൊക്കെ പറിച്ചു കൊടുത്തായിരുന്നു. വളരെ നല്ല അടിപൊളി ഒരു പ്ലേസ് തന്നെ, കാണാൻ എന്ത് മനോഹരമെന്നതൊക്കെ. ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നത്. കല്ലടയാറ് അഷ്ടമുടി കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപപ്പെട്ട ചെറു ദ്വീപുകളുടെ സമൂഹമാണ് നമ്മുടെ ഈ കാണുന്ന മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന പ്രദേശം കേട്ടോ. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്ന ഈ പ്രദേശം ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്ന ഒരു ദ്വീപായിരുന്നെങ്കിലും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലും സൗകര്യങ്ങളിലും വളരെ ശ്രദ്ധേയമായ സ്ഥാനവും ചരിത്രവുമുള്ള ഒരു പ്രദേശമായി ഇത് മാറി കേട്ടോ. കല്ലടയാറിൻ്റെയും അഷ്ടമുടി കായലിൻ്റെയും ഇടയിൽ ചെറിയ ദ്വീപുകളായി കണ്ടിരുന്ന ഈ വിഭാഗത്തെ അതിർത്തി എന്ന പേരിലാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ഈ പ്രദേശത്തിലൂടെയാണ് കേട്ടോ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കണ്ടൽക്കാടിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അത്രയും മനോഹരമായിട്ടുള്ള യാത്രക്കിടയിൽ നമുക്ക് കണ്ടൽക്കാടും കാണണമല്ലോ. ഇത് നോക്കി എന്ത് മനോഹരമാണെന്ന് നോക്കി. ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ നിർത്തി തരും കേട്ടോ. അജയൻ ചേട്ടൻ നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് പിന്നെ നമ്മള് കുറച്ച് സെൽഫി ഒക്കെ എടുത്തു. കുറച്ചു നേരം വെയിറ്റ് നിർത്തി തരും, ഫോട്ടോയോ വീഡിയോ എന്താ എടുക്കാനായിട്ട്. ഇനി യാത്ര തിരിച്ചായിരുന്നല്ലേ? ഇനി ഇവിടെ നിന്ന് തിരിച്ചാണ് നമ്മൾ പോകുന്നത് അല്ലേ? അതെ, ഇനി ഇവിടെ നിന്നും തിരിച്ചല്ല, ഇനി കുറച്ചുകൂടെ പോയി കറങ്ങിയാ തിരിച്ചു വരുന്നത്. ഇനി നമ്മളിതിന്റെ അകത്തൂടെ കുറച്ചുകൂടെ യാത്രയുണ്ട്. ദൂരെ അത് നോക്കി ആ കാണുന്ന മനോഹരമായിട്ടുള്ള തൂണ് കണക്കുള്ള ഇങ്ങനെ നമ്മുടെ ഈ കാലിന് സെൻട്രലായിട്ട് കെട്ടുണ്ട് നമ്മുടെ ആർച്ച്. ഇതല്ലേ ചേട്ടാ മറ്റേ സുനാമി സമയത്ത് ചെയ്തെന്ന് പറഞ്ഞത്? സുനാമി ആയ സമയത്താണ് ഇത് ഇങ്ങനെ രൂപപ്പെട്ടത് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഇതിന്റെ സെന്ററിലൂടെ നമുക്ക് ഇതിനെ പോകാം. ഇവിടെ ഇത് കണ്ടോ, ഇതൊരു റെസ്റ്റോറൻ്റ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് കാണുന്നത് കേട്ടോ. അവിടെ നമ്മുടെ ബോട്ട് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാനും. ഇതാണ് നമ്മൾ പറഞ്ഞല്ലേ മറ്റേ സംഭവം, ആർച്ചിനകത്ത് കയറുമ്പോൾ പോലെ ഉണ്ടല്ലോ, വെറൈറ്റി കൊള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പുറത്തിറങ്ങുക. നമ്മൾ അവിടെ പോയി റൗണ്ട് ചെയ്ത് തിരിച്ച് നമ്മൾ പുറത്തിറങ്ങാണ്. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വളരെ മനോഹരമാണ്. ഇത് നോക്കിയാൽ നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. സിനിമകളിലൊക്കെ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു തോന്നുന്നത്, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അടിപൊളി മനോഹരമായിട്ട് നോക്കി നമ്മുടെ കുട്ടവഞ്ചി അതിൽ റൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളത് ഇവിടെ വരെ നമ്മൾ വന്ന് നമ്മളിന്ന് തിരിച്ചു പോവുകയാണ്. നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ ഏകദേശം 6 മണി കഴിഞ്ഞു, 6 മണിയോളം ആവാറായി. നമ്മൾ ഇവിടെ നിന്ന് റൗണ്ട് ചെയ്താൽ നമുക്ക് ഇരുട്ടി പോകും. അപ്പോൾ അത് നമുക്ക് ഇരുട്ടിയാൽ ഈ സ്ഥലം നമുക്ക് അതത്ര സേഫ്റ്റി അല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്നും തിരിച്ചു പോവുകയാണ് കേട്ടോ. നമ്മുടെ ഈ മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന പ്രദേശം ധാരാളം ചതുപ്പുകളും ചെറു തുരുത്തുകളും ഉള്ള ഒരു പ്രദേശമാണ് കേട്ടോ. ഇവിടെ കണ്ടൽ വനങ്ങളാൽ സമ്പുഷ്ടമാണ്.
ഏറ്റവും അധികം കാണപ്പെടുന്ന നമ്മുടെ ഇങ്ങൽ പ്രാന്തൽ കണ്ടലും ഉപ്പട്ടിയുമാണ്. ഉപ്പട്ടി എന്ന് പറയുന്ന ഈ ഐറ്റം എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇത് പറഞ്ഞു കേട്ടതാണ് കേട്ടോ. പ്രാന്തൽ കണ്ടലുകൾ ഭൂരിഭാഗവും വച്ചു പിടിപ്പിച്ചവയാണ്. ഇവ കൂടാതെ കുറ്റിക്കണ്ടൽ, എഴുത്താണിക്കണ്ടൽ, നക്ഷത്രക്കണ്ടൽ, ചക്കരക്കണ്ടൽ, പേനക്കണ്ടൽ, ചുള്ളിക്കണ്ടൽ, പൂക്കണ്ടൽ എന്നീ ഇനങ്ങളുമുണ്ട്. മൺട്രോത്തുരുത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ കണ്ടലുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് കേട്ടോ. നമ്മുടെ പരപ്പാർ ഡാമിൻ്റെ നിർമ്മാണശേഷം കല്ലടയാറിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും കായലിൽ നിന്നുള്ള ഊരുജലം കയറി നെൽകൃഷി ഏതാണ്ട് പൂർണ്ണമായും നശിക്കുകയും ചെയ്തു. അമിത ലവണവും ജലവിതാനം ഉയർന്നതും മൂലം താഴ്ന്ന പ്രദേശങ്ങളിലെ തെങ്ങുകൃഷിയും നശിപ്പിക്കപ്പെട്ടു കേട്ടോ. ഈ പ്രദേശം നിലവിൽ മുങ്ങിപ്പോകൽ ഭീഷണിയിലായി. നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനിടയായിട്ടും അങ്ങോട്ട് പോകുമ്പോൾ നമ്മളൊരു അതിശയ ഭാവത്തോടെയാണ് പോയതെങ്കിലും നമ്മൾ അങ്ങോട്ട് എത്താനുള്ള ഒരു ഇതിലാണ് പോയത്. നമ്മൾ തിരിച്ചൊന്ന് വളരെ പതുക്കെയാണ് വന്നത്. വരുന്ന വഴിക്ക് ഒരുപാട് ചീരാന്തി മരങ്ങൾ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ ഒരുപാട് ചെറുവള്ളങ്ങൾ, അതുകൂടാതെ തന്നെ നമ്മൾ പൊളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാനിടയായി. പിന്നെയെന്ന് പറയുമ്പോഴത്തെ നമ്മുടെ ഈ കക്ക വാരുന്ന ഒരു മാമനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ചെറു ബോട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. സർവീസ് ബോട്ടുകളല്ല, കക്കയാണ് കേട്ടോ. അതെ, ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടുത്തെ ഏറ്റവും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വിഭവമാണ് കക്ക. നമ്മള് വരുന്ന വഴിയിലും പിന്നെ ഇതിന്റെ തീരത്തും ഒക്കെ ആയിട്ട് കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ. ഒരു കിറ്റിന് 100 രൂപയാണ് കേട്ടോ അവർ പറയുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ ഈ ഹോട്ടൽ, ഈ ബോട്ടിംഗ് സർവീസ് നടത്തുന്ന അവരുടെ ബോട്ടാണ് കേട്ടോ. ഇവിടുത്തെ ഇതിന് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഹോം സ്റ്റേയും അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടുത്തെ മിക്ക വീടുകളും ഹോം സ്റ്റേ എന്നാണ് കേട്ടോ അണ്ണൻ പറഞ്ഞത്. ഒരുപാട് പേര് ഹോം സ്റ്റേ വരുന്നുണ്ട് ആളുകൾ, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മൾ പോകുമ്പോൾ വലിയ തിരക്കില്ലായിരുന്നു, കാരണം അത് വെക്കേഷൻ ടൈമൊന്നും അല്ലായിരുന്നു തോന്നുന്നു അല്ലേ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചീലാന്തിക്ക് അടിയിലൂടെ ഇനി കടന്നു വന്നല്ലേ, വളരെ മനോഹരമല്ലേ. കുഞ്ഞൊരു വെള്ളം കിടപ്പുണ്ട്. ഇത് നമ്മൾ ചോദിച്ചു എന്താണിത് ഞാൻ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് തകർന്ന വെള്ളമൊന്നും അല്ല, ഇതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇത് അക്കരെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി അവിടെയുള്ള ആ വീട്ടുകാർ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. തൊട്ടടുത്ത് അക്കരെ റോഡുള്ളതാണ്. ഇതും ഒരു റോഡാണ്, തൊട്ട് അക്കരെ ഒരു റോഡാണ്. നല്ല രസം. നമ്മൾ അപ്പോഴെന്ന് പറയുന്നത് നല്ല രസമായിരിക്കും അല്ലേ. നമ്മളെ ബോട്ട് സർവീസ് വരുന്നത്, അതെ, അതും എടുത്തേട്ടോ. ഇത് സർവീസ് ബോട്ടാണ്. അത് നമുക്ക് കാണാൻ എന്ത് മനോഹരമെന്ന് നോക്കി. നല്ല ഒരു വേറൊരു നമ്മുടെ എന്താണ് കായലിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കായലിൻ്റെ സൈഡിൽ പോയി കിടക്കാനും കഴിയുന്നില്ല അല്ലേ. അതെ, നമ്മൾ പറയുകയും ചെയ്തു കേട്ടോ. അക്കരെ ഇക്കരെ പോകാനായിട്ട് ഇപ്പോഴും വെള്ളം ഉപയോഗിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പം ഞങ്ങൾ ചോദിച്ചു വെള്ളം കയറാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വെള്ളമൊന്നും അധികം അങ്ങനെ കയറാറില്ല. ഒരു എന്താ പറയാ ഒരു പരിധി വരെ സേഫ് ആണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെയില്ല, വെള്ളം അധികം കയറത്തില്ല, വീടുകൾക്കൊന്നും അതിൻ്റെതായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും ഇല്ല എന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത്. ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിക്കും എൻജോയ് ചെയ്തു. ഇങ്ങനെ നമ്മളെ യാത്ര ഇങ്ങനെ തിരിച്ചു വന്നോണ്ടിരിക്കും. സന്ധ്യ ഇങ്ങനെ മയങ്ങാറായി നമ്മളങ്ങനെ യാത്ര ഇങ്ങനെ പൂർത്തിയാവാതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അജയൻ ചേട്ടൻ്റെ ചായക്കടയുടെ അടുത്തെത്തി കേട്ടോ. അപ്പം നമ്മൾ നേരെ ചായക്കടയിൽ അവിടെ അടുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ട് നമുക്ക് നടന്നിറങ്ങി പോകാൻ പറ്റത്തിന് ചേട്ടൻ ഇതിനെ അടുപ്പിച്ച് തരും കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് നടന്ന് കയറി പോകാൻ കണക്കിൽ തന്നെയാണ് എല്ലാം കയറി തരുന്നത്. അത്രയും നല്ല സേഫ്റ്റി ആയിട്ടാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ അടുപ്പിച്ചതിന് ശേഷം ഇനി ഞങ്ങൾക്ക് കയറി പോകണമല്ലോ. ഞങ്ങളുടെ ഇന്നത്തെ മൺട്രോത്തുരുത്ത് യാത്ര സൂപ്പർ ആയിരുന്നു കേട്ടോ. ജാക്കറ്റ് ഒക്കെ ഇവിടെ തന്നെ തരുമായിരുന്നു. ജാക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തരും. നമ്മൾ നേരെ കയറി ഉടനെ ജാക്കറ്റ് അവക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതെ, ഊരി മാറ്റിയാണ് കേട്ടോ. അതെ,
അതിനകത്ത് ഫിസിലൊക്കെ ഉണ്ടായിരുന്നു. മീനുകുട്ടി ഫിസിലടിക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അല്ലേ? ഓരോ കളർ ഫിസിൽ ഓരോരുത്തർക്ക്. അപ്പോഴും നമ്മുടെ മൺട്രോത്തുരുത്ത് യാത്ര എങ്ങനെ അവസാനിപ്പിക്കുന്നു? മൺട്രോത്തുരുത്തിലെ കാഴ്ചകൾ എനിക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ളവർ കമന്റ് ചെയ്യണം കേട്ടോ, വരാത്തവരൊക്കെ വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യണമെന്ന് മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.